ശരി, കേരളത്തെ പോലെ തന്നെയാണ് ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കും. കുറച്ച് എനിക്ക് തോന്നുന്നു കേരളത്തെ പോലെ തന്നെ അമേരിക്കയിലെ ഓണാഘോഷങ്ങൾക്കൊക്കെ വലിയ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ അവർ ആഘോഷിക്കുന്നുണ്ട്. ഇപ്പോ അമേരിക്കയിൽ ഓണാഘോഷം വേണ്ട എന്നുള്ള നിലപാടാണോ അമേരിക്കൻ ഭരണകൂടം, പ്രത്യേകിച്ച് കിളിപോയ ട്രംപ് എടുത്തിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അല്ല തീരുമാനമെടുത്തത്, മലയാളികളാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് മേലെ 25% ടാക്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 25% ടാക്സ് വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങൾക്കും മേലാണ് ഈ ടാക്സ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഓണക്കാലമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ, നാട്ടുംപുറങ്ങളിൽ വണ്ടി പോലും എത്താത്ത സ്ഥലങ്ങളിലേക്ക് അവശ്യ വസ്തുക്കൾ, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എത്തിച്ചു നൽകുമെന്ന് മന്ത്രി തന്നെ പറയുന്നു. കാരണം എന്താ, ഓണം ഒരു വലിയ ആഘോഷമാണ്, അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടും വരരുത്. പക്ഷേ അമേരിക്കയുടെ കാര്യത്തിലോ, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഓണസദ്യയ്ക്ക് ആവശ്യമായ ശീതീകരിച്ച ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കയറ്റി അയച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കയറ്റി അയച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറിലാണല്ലോ കൊണ്ടുപോകുന്നത്, അവിടെ എത്താനുള്ള താമസമുണ്ട്. ഇപ്പോൾ ഒരു കണ്ടെയ്നർ അവിടെ ഇറക്കുന്നതിന് വേണ്ട $50,000 ചിലവ് വരുന്നത്. 25% ടാക്സ് കൂടെ വരുമ്പോൾ ഈ ഡോളറിൻ്റെ ഇറക്കുമതി ചിലവെന്ന് പറയുന്നത് $60,500 മുകളിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഈ $50,000 മുകളിൽ വരുന്ന ഇതേ തുക അവിടെ ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കേണ്ടി വരും. എന്ന് പറയുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങളിൽ 60% ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഓണം ആഘോഷിക്കാനുള്ള വാഴയില, പിന്നെ ഏത്തയ്ക്ക, അതുപോലെ പച്ചക്കറികൾ, ഇതൊക്കെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇതിനെല്ലാം മേൽ ഇപ്പോൾ ട്രംപ് 25% നികുതി ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഭക്ഷ്യോൽപ്പന്നം ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുക്കൾക്കും നികുതി 25% ഉയർത്തിയപ്പോൾ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് കേരളത്തെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ടാക്സ് അവിടെ കൂട്ടിയാൽ ഞങ്ങൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ കാര്യമെടുത്താൽ നമ്മൾ ഇവിടെ നിന്ന് വൻതോതിൽ സാധനങ്ങൾ അവിടേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അങ്ങനെ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം തന്നെ വില കൂടിയാൽ അവിടെയുള്ള മലയാളികൾ ഉൾപ്പെടെ അടുത്ത ഓപ്ഷൻ നോക്കും. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും, ഇപ്പോൾ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവരുന്നത് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് മെക്സിക്കോയിലേക്ക്, അല്ലെ മെക്സിക്കൻ ഉൽപ്പന്നങ്ങളിലേക്ക് ജനങ്ങൾ തിരിഞ്ഞാൽ ഇവിടെ നിന്ന് കയറ്റി അയച്ച ചീത്തയാകുന്ന വസ്തുക്കൾ, പച്ചക്കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങളായിക്കോട്ടെ, അത്തരം സാധനങ്ങളൊക്കെ ചീത്തയായി പിന്നെ എടുത്ത് കളയാനേ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ഉയർന്ന പൈസ കൊടുത്ത് മലയാളികൾ വാങ്ങുമോ എന്നുള്ളതാണ് വലിയൊരു സംശയം. ഏതാണ്ട് ഒരു മാസം 15 കണ്ടെയ്നറിനകത്താണ് ശീതീകരിച്ച ഉൽപ്പന്നങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് അയക്കുന്നത്. 50 കണ്ടെയ്നറിനകത്ത് അരി കൊടുത്തയക്കുന്നുണ്ട്. ഏതാണ്ട് 20 കണ്ടെയ്നറിനകത്ത് റെഡി ടു ഈറ്റ് ഭക്ഷ്യവസ്തുക്കൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ മലയാളികളെ ഉദ്ദേശിച്ചിട്ടാണല്ലോ. അങ്ങനെ കയറ്റി അയക്കുന്ന വസ്തുക്കളിൽ 75% പ്രോഡക്റ്റുകൾക്ക് മേലെയും 25% ടാക്സ് ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ക്രമാനുഗതമായിട്ട് ഒരു വലിയ വിലവർധനവ് അവിടെ ഉണ്ടാകുന്നു. ഈ വിലവർധനവ് ഉപഭോക്താവാണ് നൽകേണ്ടത്. ഉപഭോക്താവ് നൽകുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന് മേലെ 25% അധിക ടാക്സ് കൊടുക്കാൻ മലയാളികൾ തയ്യാറാകുമോ എന്നുള്ളത് വലിയ കാര്യമാണ്. അതിപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്കൻ നിലപാട് ഇന്ത്യക്കെതിരാണെങ്കിലും അത് അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് മേഖലയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ മത്സ്യ കയറ്റുമതി. ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 34,000 കോടി രൂപയുടെ മത്സ്യ കയറ്റുമതിയാണ് നമ്മൾ അമേരിക്കയിലേക്ക് മാത്രം നടത്തുന്നത്. ഇതിൽ തന്നെ 90% ചെമ്മീനാണ് കയറ്റുമതി ചെയ്യുന്നത്. ഈ ചെമ്മീൻ ഏറ്റവും കൂടുതൽ സംസ്കരിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ ചെമ്മീൻ ഫാക്ടറികൾ, സംസ്കരണശാലകൾ ധാരാളം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് അമേരിക്ക ഈ ചെമ്മീൻ കയറ്റുമതിയിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി. കാരണം അവർ പറയുന്നത്, നമ്മൾ ചെമ്മീൻ പിടിക്കാൻ പോകുമ്പോൾ കടലാമകളെ കൊല്ലുന്നു, വലയിൽ കുടുങ്ങുന്ന കടലാമകളുണ്ടല്ലോ, അപ്പോൾ കടലാമകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ചെമ്മീൻ പിടിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ ചെമ്മീന് വില കുറച്ചേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിലെ അരൂരിൽ ഉൾപ്പെടെ നിരവധി ചെമ്മീൻ സംസ്കരണ ഫാക്ടറികൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അമേരിക്ക അവിടെ ഒരു തീരുമാനമെടുത്താൽ പ്രത്യാഘാതങ്ങൾ എത്ര അകലെയുള്ള കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലേ? അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇത്തരം ഒരു നീക്കത്തിൽ അമേരിക്കൻ മലയാളികൾ തന്നെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഓണം ഇത്തവണ ആഘോഷിക്കേണ്ട, അതായത് കേരളത്തിലെ വിഭവങ്ങൾ കൊണ്ട് ഓണം ആഘോഷിക്കേണ്ട എന്ന് അമേരിക്കൻ മലയാളികൾ തീരുമാനിച്ചാൽ ഇവിടെ നിന്ന് ഇരട്ടി പൈസയ്ക്ക് അവിടെ പോകുന്ന സാധനങ്ങൾ അത് ഉപയോഗിക്കാൻ കഴിയാതെ നശിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകില്ലേ? മെക്സിക്കോയിൽ നിന്നൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് ഇന്ത്യ, ഇപ്പോൾ സിനിജ് പറഞ്ഞാൽ ഇന്ത്യ ഒരു പക്ഷെ ബാധിക്കില്ലായിരിക്കും, പക്ഷെ കേരളത്തിൽ നിന്ന് ഈ വാഴയിൽ അടക്കം കയറ്റി അയക്കുന്ന കർഷകരുണ്ടല്ലോ, അവരെയൊക്കെ ഇത് വല്ലാതെ ബാധിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭക്ഷ്യ സംസ്കരണ ഫാക്ടറികൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഞാൻ പറഞ്ഞ പോലെ മത്സ്യവുമായി ബന്ധപ്പെട്ട് സംസ്കരണത്തിൻ്റെ പീലിംഗ് തൊഴിലാളികൾ നമ്മൾ പറയും, അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, അതുപോലെ തന്നെ മത്സ്യകൃഷി നടത്തുന്ന ആൾക്കാർ, ഇവരെല്ലാം തന്നെ ഇത് ബാധിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെ എത്രത്തോളം ശക്തമായിട്ട് ബാധിക്കും. ഇനി സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യമെടുത്ത്, നമ്മുടെ കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾക്ക് വിദേശ
രാജ്യങ്ങൾ വലിയ മാർക്കറ്റാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ. ഈ സുഗന്ധദ്രവ്യങ്ങളിൽ ക്യാൻസർ പിടിപെടാൻ സാധ്യതയുള്ള ചില രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് മേൽ കുറച്ച് ഉപരോധമൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ നമ്മുടെ കയറ്റുമതിയെ, അതായത് ഈ സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതിയെ അത് ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പം ട്രംപ് വന്നതിന് ശേഷം അതിനൊക്കെ മാറ്റം ഉണ്ടായി. മാത്രമല്ല അവിടുത്തെ ഈ പറയുന്ന വ്യാപാരി വ്യവസായ സംഘടനകളൊക്കെ ഉണ്ടല്ലോ അമേരിക്കയിൽ, അവർ പരിശോധിച്ചപ്പോൾ ഇത്തരം പ്രശ്നമില്ലെന്നൊക്കെ മനസ്സിലാക്കി. പക്ഷേ ഇത്തരം സുഗന്ധദ്രവ്യങ്ങളുടെ കാര്യത്തിലും ഈ 25% ടാക്സ് വരും. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചൈന കൊടുക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾക്ക് 51% ടാക്സ്. അപ്പോൾ താരതമ്യേന കുറഞ്ഞ ലെവലിൽ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇനി അടുത്തത് വസ്ത്രവിപണി. ഏതാണ്ട് $1700 കോടി ഇടപാടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ 1,70,000 കോടി രൂപ. ഇത്രയും വലിയൊരു ഇടപാട് നടത്തുമ്പോൾ അതിൻ്റെ മേളിൽ നമുക്ക് മേൽ ടാക്സ് വരികയാണ്. 25% നമുക്ക് മേൽ നികുതി ഏർപ്പെടുത്തിയപ്പോൾ ചൈനയ്ക്ക് മേൽ 51% നികുതിയാണ്. അപ്പം വസ്ത്രവിപണിയിൽ കാര്യമായ ഒരു ചലനം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ മലയാളികളെ ബാധിക്കില്ലെന്ന് വെച്ചു. പക്ഷേ ഈ ചൈന എന്ത് ചെയ്യുമെന്ന് പറയാം, അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില ഒറ്റയടിക്ക് താഴ്ത്തി കളയും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ വസ്ത്രങ്ങളെക്കാൾ വില കുറച്ച് ചൈന വസ്ത്രങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നഷ്ടം സഹിച്ചിട്ടായാലും ഒരു പക്ഷേ ഇന്ത്യൻ വിപണിയിൽ അത് വലുതായിട്ട് പ്രതിഫലിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന ധാരാളം വസ്ത്രങ്ങൾ, കിറ്റക്സ് ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ ഇവിടുന്ന് അമേരിക്കയിലേക്ക് വസ്ത്രങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. ഇനി കശുവണ്ടിയുടെ കാര്യം, നമ്മുടെ കൊല്ലം എന്നൊക്കെ പറയുന്ന കശുവണ്ടിയുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ കേരളത്തിലെ കശുവണ്ടിക്ക് വലിയ മാർക്കറ്റ് ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ അമേരിക്കയിൽ കേരള കശുവണ്ടിക്കല്ല കൂടുതൽ വില കിട്ടുന്നത്. വിയറ്റ്നാമിൽ നിന്നും മറ്റും കശുവണ്ടി അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മേഖലയ്ക്ക് വലിയ മാർക്കറ്റുകളുണ്ട്. ഇനി ചെരുപ്പിൻ്റെ വ്യാപാരം, ചെരുപ്പ് വ്യാപാരം നടത്തുന്ന 12ഓളം കമ്പനികളാണ് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞത്. പക്ഷേ കൂടുതലും അറേബ്യൻ രാജ്യങ്ങളിലേക്ക്, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാണ് ചെരുപ്പ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ ആഘാതം ഉണ്ടാകില്ല എന്നിരുന്നു. പക്ഷേ അമേരിക്ക 25% ടാക്സ് വെച്ചതോടുകൂടി ഈ കണ്ടെയ്നർ ഇറക്കുമതിയുടെ കാര്യത്തിൽ വർധനമുണ്ടാകും. അത് ഞാൻ നേരത്തെ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം മാത്രം പറഞ്ഞത്. ഒരു കണ്ടെയ്നർ അവിടെ ഇറക്കുമതി ഉണ്ടാകും. അത് ചെരുപ്പായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റ് അത്യാവശ്യ കാര്യങ്ങളായിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, ഇനി പിന്നെ ഈ സുഗന്ധദ്രവ്യങ്ങളായിക്കോട്ടെ, ഇതിനെല്ലാം വില കൂടുകയാണ്. അപ്പോൾ $50,000 ഒരു കണ്ടെയ്നർ ഇറക്കുന്നതിനുള്ള ചിലവെങ്കിൽ അത് $63,500 മുകളിലേക്ക് വന്നാൽ ഓരോ ഉൽപ്പന്നത്തിനും മേൽ അത്രയും വില കൂടുകയാണ്. അപ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം, കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണമെന്ന് നിർബന്ധമുള്ളവർ കൂടുതൽ പണം കൊടുത്ത് വാങ്ങേണ്ടി വരും. അത് അമേരിക്ക നമുക്കിട്ട് താങ്ങുന്നൊരു പണിയാണ്. ശരിക്കും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മൊത്തം കാര്യമെടുത്താൽ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കും. പക്ഷേ കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്തോ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കമ്പനികൾ, ഫാക്ടറികൾ, ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങൾ ഇതെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ടി വരും. ചെമ്മീൻ്റെ കാര്യത്തിൽ 5 വർഷം മുമ്പ് അമേരിക്ക എടുത്ത തീരുമാനത്തെ തുടർന്ന് ആലപ്പുഴയിലെ അരൂരിൽ പോലും ഈ ചെമ്മീൻ ഫാക്ടറികൾ അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിൻ്റെ പ്രതിഫലനം എവിടെയൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത് തന്നെയാണ് ഈ ഓണക്കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓണ വിഭവങ്ങൾ എന്ന് പറയുന്നത് മലയാളിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പക്ഷേ ഒരു 250 രൂപയ്ക്ക് നമുക്കൊരു ഓണസദ്യ കൂട്ടാം, 500 രൂപയ്ക്ക് കൂട്ടാമെങ്കിൽ അതിൽ കൂടുതലായി നമ്മൾ എന്ത് ചെയ്യും അമേരിക്കൻ മലയാളികൾ? അതെ, അത് ശരിയാണ്. ഇപ്പോ കേരളത്തിൽ തന്നെ ഒരു സദ്യക്ക് 220-230 രൂപയൊക്കെ 400 രൂപയൊക്കെ ആവുമല്ലേ ഓണസദ്യ. അപ്പോ അതുപോലെ ഈ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കയറ്റി വിടുന്നതിനാണ് ഈ കർഷകർ മുഴുവൻ ഈ കിടന്ന് അധ്വാനിക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ. അപ്പൊ അവിടെയും ഇതിന് വലിയ ഡിമാൻഡ് ഇല്ല എന്ന് കാണുമ്പോൾ ഈ കർഷകരുടെ ഒക്കെ ജീവിത രീതിയെ അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ അത് ഒരുപാട് ബാധിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ഇന്ത്യയിലെ മത്സ്യകൃഷിയുമായി അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ചെമ്മീൻ കയറ്റുമതി, മത്സ്യ കയറ്റുമതി ഇതെല്ലാം നടത്തുന്നത്. സുഗന്ധദ്രവ്യങ്ങളുടെ കയറ്റുമതി നടത്തുന്നു. ഒപ്പം തന്നെയാണ് ഈ ഓണക്കാലത്ത് ഓണസദ്യയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ, നമുക്കറിയാലോ ഉപ്പേരികൾ അല്ലെങ്കിൽ അച്ചാറുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ ഈ ഇവിടെ നിന്ന് കയറ്റി അയച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്കാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഓർഡർ ചെയ്ത ആൾക്കുണ്ടാകുന്ന പ്രശ്നം, ഈ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രശ്നം, ഇതെല്ലാം ഉണ്ട്. ആത്യന്തികമായി ഉണ്ടാകുന്ന പ്രശ്നം കേരളത്തിലാണ്. എന്ന് പറഞ്ഞാൽ മലയാളികൾ ഇവിടെ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ അമേരിക്കയിൽ ഓണം ആഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മലയാളികൾ പോകുന്നു. ട്രംപ് മലയാളികൾക്ക് കൊടുത്തൊരു പണിയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്.